പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരു അടിപൊളി മസാലയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെയും മന്തി റൈസിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതാ മിക്സി ജാറിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും ഒരു കൈപ്പിടിയോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ 1 കിലോനോളം ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് വലിയ ജീരകം ചേർക്കാത്തത് ഓർത്തത്. അപ്പോൾ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെച്ചാൽ നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണിത് കഴിക്കാൻ. ഞാനിപ്പോൾ ഇത് പ്ലെയിൻ മന്തി റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെയല്ലേ വരാൻ പോണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.